നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശിവഭഗവാന്റെ അതിശക്തവും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓം നമഃ ശിവായ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം. നിലവിളക്ക് കൊളുത്തി വയ്ക്കണമെന്നോ പൂജാമുറിയിലിരുന്ന് ജപിക്കണമെന്നോ അങ്ങനെ ഒരു നിഷ്ഠകളും ആവശ്യമില്ല. സാധാരണ ശിവഭഗവാന്റെ മന്ത്രം ജപിക്കുമ്പോൾ പ്രത്യേകം നിഷ്ഠകളൊക്കെ ആവശ്യമാണ്. എന്നാൽ ഈ മന്ത്രം ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ജപിക്കാം. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും വേണം ഈ മന്ത്രം ജപിക്കാൻ. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ആഗ്രഹം സഫലമാവുന്നതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. കട്ടിലിരുന്നോ നിലത്ത് പായ വിരിച്ചിരുന്നോ മന്ത്രം ജപിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറും തറയിലിരുന്ന് മന്ത്രം ജപിക്കരുത്. അതുപോലെ തന്നെ തെക്കോട്ട് തിരിഞ്ഞിരുന്നും മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. ഉറങ്ങുന്നതിന് മുൻപ് 3 തവണ ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം 6 രീതിയിലാണ് ജപിക്കേണ്ടത്. അതായത് 6 മന്ത്രങ്ങളാണ്. പെട്ടെന്ന് ഫലം ലഭിക്കുന്ന മന്ത്രമാണ് എന്ന് കരുതി 6 മന്ത്രങ്ങളും ഒരുമിച്ച് ജപിക്കാൻ പാടുള്ളതല്ല. ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ഫലങ്ങളാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള മന്ത്രം വേണം ഒരു തവണ ജപിക്കാൻ. ആ ആവശ്യം നടന്നതിന് ശേഷം വേണം അടുത്ത മന്ത്രം ജപിക്കാൻ. ഇനി മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അതുപോലെ തന്നെ ഓരോ മന്ത്രവും ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജപിക്കേണ്ടതെന്നും നോക്കാം. ഒന്നാമത്തേത് മായാ പഞ്ചാക്ഷരി മന്ത്രം. യും നമഃ ശിവായ. പണമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മായാ പഞ്ചാക്ഷരി മന്ത്രമായ യും നമഃ ശിവായ 3 പ്രാവശ്യം ജപിക്കുക. രണ്ടാമത്തേത് മദന പഞ്ചാക്ഷരി മന്ത്രം. ക്ലിം നമഃ ശിവായ. വശീകരണമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മദന പഞ്ചാക്ഷരി മന്ത്രമായ ക്ലിം നമഃ ശിവായ 3 പ്രാവശ്യം ജപിക്കുക. വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം. ഐം നമഃ ശിവായ. ഉയർന്ന വിദ്യാഭ്യാസത്തിനും ഉദ്യോഗം ലഭിക്കുന്നതിനും വേണ്ടിയാണ് വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്. ഐം നമഃ ശിവായ എന്ന് 3 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുന്നേ ജപിക്കുക. നാലാമത്തേത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം. ഹ്രീം നമഃ ശിവായ. ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്. ഹ്രീം നമഃ ശിവായ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. അഞ്ചാമത്തേത് മുക്തി പഞ്ചാക്ഷരി മന്ത്രം. രം നമഃ ശിവായ. രോഗശമനത്തിനായി മുക്തി പഞ്ചാക്ഷരി മന്ത്രം രം നമഃ ശിവായ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. ആറാമത്തേത് ശ്രീ പഞ്ചാക്ഷരി മന്ത്രം. ശ്രീ നമഃ ശിവായ. ജീവിതത്തിൽ ദുരിതങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കുന്നതിനാണ് ശ്രീ പഞ്ചാക്ഷരി മന്ത്രമായ ശ്രീ നമഃ ശിവായ ജപിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സമയം എല്ലാ മന്ത്രങ്ങളും ഒരുമിച്ച് ജപിക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ഒരു നേരം ഒരു മന്ത്രം മാത്രം ജപിക്കുക. ആ ആഗ്രഹം സാധിച്ചതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ അടുത്ത മന്ത്രം ജപിക്കാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുൻപ് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് 3 തവണ മന്ത്രം ജപിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പരീക്ഷണാർത്ഥം മന്ത്രം ജപിക്കാൻ പാടില്ല. വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും മാത്രം മന്ത്രം ജപിക്കുക. അതനുസരിച്ചിട്ട് ഫലപ്രാപ്തി ഉണ്ടാവും. നന്ദി, നമസ്കാരം.